സത്യമായി മിസ്റ്റർ നമ്പ്യാർ, ഇത് ഈ മുന്നണിയുടെ ഘടകകക്ഷികളായിട്ടുള്ള ആളുകളുടെ ഒരു ദുർവിധി. സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ അവർ ഇതിനെല്ലാം തന്നെ ന്യായീകരിക്കാൻ അവർ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ശരിക്കും അവരുടെ നിസ്സഹായ അവസ്ഥയാണ്. അതിനകത്ത് എന്തെങ്കിലും പറയാൻ മാത്രമുള്ള ധൈര്യമോ അല്ലെങ്കിൽ അത്തരം ഒരു ഉറച്ച തീരുമാനമെടുത്താൽ ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന എന്താ പറയുക ഒരു ആത്മവിശ്വാസമോ അതിനകത്ത് നിങ്ങൾ കടക്കുന്നതോടെ അത് നിങ്ങൾക്ക് നഷ്ടമാവുന്നു. ഇങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതായത് നിങ്ങളുടെ രൂപം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജീവനാണോ ഏറ്റവും പ്രാഥമികമായ സാധനം, ജീവിതമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു മറുപടിയുണ്ട്. ജീവൻ എന്ന സംഭവത്തെ നമുക്ക് ഒരു നിയതമായ ചട്ടക്കൂട്ടിനകത്ത് എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കുക സാധ്യമല്ല. പക്ഷെ ജീവിതം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് നിയതമായ ചട്ടക്കൂട്, ആ ചട്ടക്കൂടിനകത്ത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന സംഭവമാണ്. ഇവിടെയാണ് മനുഷ്യന്റെ സാമൂഹ്യ സംഭവങ്ങളോട് മനുഷ്യന്റെ റെസ്പോണ്ടുകൾ വളരെ പ്രധാനമാവുന്നത്. പക്ഷെ അതൊരു വലിയ താത്വികവും ദാർശനികമായ പ്രശ്നമാണ്. ആ പ്രശ്നത്തേക്കല്ല ഞാൻ പോകുന്നത്. ഇത്തരം ഒരു അവസ്ഥയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ചല്ല പറഞ്ഞത് എന്ന് പോലും പറയാൻ മാത്രം ഉണ്ടാവുന്ന ഒരു എന്താ പറയുക അതിന് തൊലിക്കെട്ടിയ വാസ്തവത്തിൽ നമിക്കുകയാണ് വേണ്ടത്. നമിക്കണം. രണ്ടാമത്തെ വിഷയം, അദ്ദേഹം അത് പറയുന്നത് എവിടെയാണെന്നുള്ളതാണ്. അദ്ദേഹം അത് പറയുന്നത് ഒരു സാഹിത്യ സദസ്സിൽ വെച്ചാണ് അദ്ദേഹം പറയുന്നത്. സർഗസംവാദങ്ങളുടെ അല്ലെങ്കിൽ സർഗസൃഷ്ടികളുടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വേദിയിലാണ് പറയുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കകത്തും എല്ലാ സ്ഥലങ്ങൾക്കകത്തും അനീതിക്കെതിരെ ഉണ്ടായിരിക്കുന്ന വമ്പിച്ച കലാപങ്ങൾ ഉണ്ടായി തീർന്നിട്ടുള്ളത് ഈ സർഗസംവാദങ്ങളിലൂടെയും സർഗസൃഷ്ടികളുടെ നടത്തുന്ന ചർച്ചകളിലൂടെയുമാണ്. ഈ കേരളത്തിനകത്ത് സമ്പൂർണമായ അർത്ഥത്തിൽ കുമ്പടഞ്ഞു പോയിട്ടുള്ളത് ഈ സർഗസംവാദങ്ങളും സർഗസൃഷ്ടികളുമാണ്. കേരളത്തിൽ ഇപ്പോൾ എവിടെയാണ് സിമ്പോസിയങ്ങളുള്ളത്? എവിടെയാണ് കേരളത്തിനകത്ത് സംവാദങ്ങളുള്ളത്? ഈ സംവാദങ്ങളും സിമ്പോസിയങ്ങളും സമ്പൂർണ്ണമായി നശിപ്പിച്ചത് ആരാണ്? അത് ഒറ്റ പാർട്ടി മാത്രമാണ് അതിന്റെ ഉത്തരവാദി എന്ന് ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അതിലേക ഉത്തരവാദി ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റാണ്. കാരണം നിങ്ങളോട് ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശം നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പരസ്യമായ പ്രഖ്യാപനമാണ് കുട്ടികളെ തലതല്ലി പൊട്ടിച്ചപ്പോ, ചെടിച്ചട്ടി കൊണ്ട് തലതല്ലി അടിച്ചു പൊട്ടിച്ചപ്പോ യാതൊരു ലജ്ജയുമില്ലാതെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മാന്യൻ പറയുന്നത് എന്താ അറിയോ? അത് ജീവൻ രക്ഷാ പ്രവർത്തനമല്ലേ നടത്തിയതെന്നാണ്. ഇയാളെ വാസ്തവത്തിൽ എന്താണ് വിളിക്കേണ്ടത്? വാസ്തവത്തിൽ ഇത്ര അൺപാർലമെന്ററി ആയ ഭാഷ പ്രയോഗിച്ചാൽ പോലും ആ ഭാഷ പോലും അവിടെ ഒരിക്കലും എന്താവില്ല, അത് പൂർണ്ണമാവില്ലത്. അത് പൂർണ്ണമാവില്ല. അതും അവിടെ അപൂർണമാവുകയാണ് ചെയ്യുക. ഇത്ര നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരാളെ കുറിച്ചല്ല അവിടെ സംസാരിച്ചതെന്നും അയാൾ നിർമ്മിച്ചിരിക്കുന്ന അങ്ങേയറ്റം നിഗൂഢമായ ഒരു ലോകത്തെക്കുറിച്ചല്ല, അങ്ങേയറ്റം ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റിനെ കുറിച്ചല്ല അത് എന്ന് പറയാൻ മാത്രം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഒരാൾ പോകുമ്പോൾ അത് നമ്മൾ എന്താ ഇതിനെക്കുറിച്ച് പറയുക? ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്ന സംഭവത്തെ തിരിച്ചറിയാൻ പോലും പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് ചിന്താശേഷി നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. വേറെ അർത്ഥങ്ങളൊന്നും അതിനകത്തില്ല. നിങ്ങൾ വാസ്തവത്തിൽ ശ്വസിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ശ്വസിക്കുന്നു പറഞ്ഞാൽ ബയോളജിക്കലി നിങ്ങൾ ജീവിക്കുന്നു എന്ന് മാത്രമാണ്. ജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥമാണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പൊരുതുക എന്നാണ് അർത്ഥം. ഈ പൊരുതാനുള്ള സ്പേസ് എന്തിനാണ് പൊരുതുന്നത്? വെറുതെ ഏതൊക്കെ മനുഷ്യന്മാർ പൊരുതുവോ? പൊരുതുന്നതിന് കൃത്യമായിരിക്കുന്ന സാമൂഹ്യപരമായിരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. മനുഷ്യന്റെ വളർച്ചയിൽ മനുഷ്യനെ ഏറ്റവും സുപ്രധാനമായി കണ്ടിരിക്കുന്ന ഒരു ഘടകം എന്താണെന്നറിയോ? അതിന്റെ ധാർമ്മിക ബോധമാണ്. ഈ ധാർമ്മിക ബോധത്തെ കൈയൊടിഞ്ഞതിനകത്ത് പ്രഥമഗണനീയമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു പ്രസ്ഥാനം ലോകത്തിലേതാണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. സംശയം വേണ്ട അതിനകത്ത്. വേറെ ഒരു പ്രസ്ഥാനമല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരിക്കണമെന്ന് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന അതിന്റെ ധാർമ്മിക മൂല്യങ്ങൾ അത് മുച്ചൂടും നശിപ്പിക്കുകയും അതിനെ കേവലം മൃഗതുല്യമായ മാനസികാവസ്ഥയുള്ള ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ ഉപകരണമാക്കി മാറ്റുകയാണ് ഇത്. അങ്ങനെ മാറ്റിയത് കൊണ്ടാണ് സത്യത്തിൽ എന്ത് വന്നത്? ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം പോലും ബംഗാളിൽ നിന്ന് രചിക്കപ്പെട്ടത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളായിട്ട് നമ്മൾ മാറുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമുക്ക് വാസ്തവത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ശേഷിയില്ല എന്ന് ഒരു പക്ഷത്ത് പറയാം. മറുപക്ഷത്ത് എന്താണ്? അതിനുള്ള ധൈര്യം നമുക്കില്ല എന്നുള്ളതാണ്. ഈ ധൈര്യമില്ലാത്ത ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഈ സാഹിത്യത്തിലെ പുതിയ നായകന്മാരുണ്ട്. ആ നായകന്മാരുടെ മുമ്പിലാണ് അതിന്റെ കുലപതി എന്ന എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന MT വാസുദേവൻ എന്നാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത്, എഴുതി തയ്യാറാക്കിയ പ്രസ്താവന നടത്തിയത്. അതുകൊണ്ട് കേരളത്തിനകത്ത് ഇത്തരത്തെ സംഭവത്തിനെതിരെ കലാപത്തിന്റെ ഹരിശ്രീ കുറിക്കുകയാണ് വാസ്തവത്തിൽ ഈ കോഴിക്കോട് നടത്തിയേക്കുന്ന ഈ സാഹിത്യ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ സംഭവിച്ചത് എന്ന് കരുതാനാണ് എനിക്ക് വ്യക്തിപരമായ ഇഷ്ടം. അങ്ങനെയാണ്.